പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയത്നവും നമ്മുടെ അധ്വാനവും കഠിനമായിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങളുമൊക്കെ വ്യർത്ഥമായി തീരുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഫലം കിട്ടാതിരിക്കുമ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളത്തിൽ നിരാശയും സങ്കടവും ഒക്കെ കടന്നു വരും. അതുപോലെ ഒരു സന്ദർഭമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. പടകും വലയുമായിട്ട് കടലിൽ മണിക്കൂറുകളോളം താന് മീൻ പിടിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തി. ഇതിനു മുമ്പും ഇതേ കടലിൽ മീൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് പത്രോസ്. തനിക്ക് വളരെ പരിചയ സമ്പത്തുണ്ട്. എവിടെ വലയിറക്കിയാൽ മീൻ കിട്ടുമെന്ന് തനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ആ രാത്രിയിൽ തനിക്കൊന്നും ലഭിച്ചില്ല. ഒരു രാത്രിയുടെ അധ്വാനം മുഴുവൻ വിഫലമായി പോയപ്പോൾ തിരികെ മടങ്ങി വന്ന് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിരാശയുടെ, വേദനയുടെ, പരാജയത്തിൻ്റെ ഒരു വലിയ നിഴലിൻ്റെ കീഴിൽ താൻ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു തൻ്റെ പടകിനെ ആവശ്യപ്പെടുന്നത്. വല കഴുകിക്കൊണ്ടിരിക്കുന്ന മുക്കുവനെ സംബന്ധിച്ച് പിന്നീട് ആ പടക് ഇറക്കി വേറൊരാളെ അതിനകത്ത് സ്വീകരിക്കുവാനോ വീണ്ടും പണിക്ക് പോകാനോ താൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം തലേ രാത്രിയിലെ അധ്വാനം അത്ര കഠിനമായിരുന്നു. ഇവിടെ ആ കഠിനമായ അധ്വാനം മാത്രമല്ല, ശ്രമങ്ങളൊക്കെ വിഫലമായ നിരാശപ്പെട്ട ഒരു സാഹചര്യമാണ്. എങ്കിലും പത്രോസ് ചെയ്ത കാര്യം, താൻ യേശുവിന് വേണ്ടി ആ പടകൊന്ന് വിട്ടുകൊടുത്തു. യേശു പറഞ്ഞ വാക്കുകളെ ഒന്ന് അനുസരിക്കാനായിട്ട് താൻ തയ്യാറായി. നോക്കൂ, അങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചത് തൻ്റെ ചരിത്രം മാറുകയാണ്. തൻ്റെ ശൂന്യതയെ യേശു ഉടനെ തന്നെ പരിഹരിച്ചില്ല. എന്നാൽ ആ അനുസരണത്തിലൂടെ ആ ശൂന്യത പിന്നീട് പരിഹരിക്കപ്പെട്ടതായിട്ട് കാണാനായിട്ട് കഴിയും. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ, ശൂന്യമായി തീരുമ്പോൾ, കയ്യിൽ ഒന്നും ഇല്ലാതെയാകുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ചും ഇനി മുമ്പോട്ട് വഴിയില്ലെന്ന് കരുതി നാട് വിടാനും ഒന്നും അല്ല ചിന്തിക്കേണ്ടത് കേട്ടോ. യേശുവിൻ്റെ അടുത്തേക്ക് വാ. യേശുവിന് ഒരവസരം കൊടുക്കുക. പ്രാർത്ഥിക്കാനായിട്ട് ഒരവസരം നിങ്ങളൊന്ന് ഏറ്റെടുത്തേ. നിങ്ങളുടെ ഹൃദയത്തെയും ജീവിതത്തെയും ഒന്ന് ദൈവകാര്യങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. നിങ്ങളുടെ ശൂന്യതയെ യേശുവിന് നിറയ്ക്കാൻ കഴിയും. സാഹചര്യങ്ങളിൽ നിന്ന് എന്തുമാകട്ടെ, തകർന്ന ബിസിനസ് ആയിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, ജീവിത പ്രശ്നങ്ങളായിരിക്കാം, യേശുവിന് ഒരവസരം കൊടുത്തു നോക്കുക. എല്ലാം യേശു പരിഹരിച്ചു തരും. അവൻ ആ ശൂന്യതയെ മാറ്റി നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തരുവാൻ സർവശക്തനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8, 10, 12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, എവിടെയാണോ താൻ അധ്വാനിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ടത് അതേയിടത്ത് യേശു അവന് വേണ്ടി ഒരു വലിയ പെരുത്ത മീൻകൂട്ടത്തെ ഒരുക്കി കൊടുത്തു. അവൻ്റെ വല നിറഞ്ഞു എന്ന് മാത്രമല്ല, കീറാറായി. മറ്റു ചെറുപടകുകളെയും കൂടെ വിളിക്കേണ്ടെന്ന ഒരു സ്ഥിതി വന്നു. നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്ന പദം ഇപ്രകാരമാണ്, അത് കണ്ട് അവൻ ഭ്രമിച്ചു പോയി. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നിറവുകൾ ഈ ദിവസങ്ങൾ ദൈവം ചെയ്തു തരാൻ പോകുക. വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കുകയും കൂടെ വേണം. എന്തു പറയുന്നു അതിനുവേണ്ടി നാം കീഴ്പ്പെടുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അത്ഭുതങ്ങളെ ചെയ്യും. ഇന്നത്തെ സന്ദേശം ഞാനിവിടെ ചുരുക്കിയാണ്. ഗോഡ് ബ്ലസ് യു.